the Lord be glorified. ദൈവനാമത്തിന് മഹത്വം. It is a great privilege that I stand in front of you here and to worship the Lord. ദൈവസന്നിധിയിലെ പ്രകാരം നിൽക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും ലഭിച്ചത് വലിയ സൗഭാഗ്യമാണ്. This is the first time I'm coming to Pathanamthitta Assembly. പത്തനംതിട്ട പട്ടണ അസംബ്ലിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. As I'm coming here first time, I'd like to share a small testimony about me. ആദ്യമായിട്ട് ആയതുകൊണ്ട് ഞാൻ ചെറിയ ഒരു സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. My name is Shibin and I'm coming from Tamil Nadu. എൻ്റെ പേര് ഷിബിനാണ്. ഞാൻ തമിഴ്നാടുവിൽ നിന്ന് കടന്നു വരുന്നു. My father and my grandfather, they are doing the ministry of God. എൻ്റെ പിതാവും വലിയപ്പച്ചനും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. For nearly for past 40 years they are doing ministry of God. കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വേലയിൽ അവരായിരിക്കുന്നു. So I was born in Kanyakumari. കന്യാകുമാരിയിലാണ് ഞാൻ ജനിച്ചത്. For the purpose of ministry, my father and grandfather they went to Theni. കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വേലയ്ക്കായിട്ട് തേനിയിലേക്ക് എൻ്റെ പിതാവും വലിയപ്പച്ചനും സ്ഥലം മാറി. So from then on, when the time after I born, like 10 years old, from then on, every day when we are in family prayer, I used to hear the testimony of my parents. എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ 10 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ എൻ്റെ പിതാവിൻ്റെയും എൻ്റെ വലിയപ്പച്ചൻ്റെയും സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. When my father was 5 years old, my grandfather, my grandmother and my father, the three went to Idiki Dam to suicide themselves. എൻ്റെ പിതാവിന് 5 വയസ്സ് പ്രായം മാത്രമുള്ളപ്പോൾ എൻ്റെ പിതാവും വലിയപ്പച്ചനും അമ്മച്ചിയും ഒക്കെയും ഇടുക്കി ഡാമിലേക്ക് അവരുടെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി കടന്നുപോയി. But by the God's grace, they were met by some men of God and they were saved and they are serving the God now. എന്നാൽ ദൈവകൃപയാൽ അവിടെ വെച്ച് ദൈവജനത്തെ കണ്ടുമുട്ടുവാനും കർത്താവിനെ അറിയുവാനും ആ രീതിയിൽ അവർക്ക് രക്ഷ ലഭിച്ചു. So whenever I hear that testimony, I would say something to myself that when I am I have to boast something about myself, I have to remember that my story would have ended way before it has started. ഞാൻ എപ്പോഴും ഈ സാക്ഷ്യം ഓർക്കാറുണ്ട്. എനിക്ക് എന്തെങ്കിലും നിഗളം എൻ്റെ മനസ്സിൽ വന്നാൽ ഞാൻ ഈ വിഷയം ഓർത്ത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എൻ്റെ കഥ, എൻ്റെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അത് അവസാനിപ്പിക്കുമായിരുന്നു. അവസാനിച്ചു പോയതിനെ ആ രീതിയിൽ അവര് ജീവിതം ഒടുക്കിയായിരുന്നെങ്കിൽ. So the only reason I am standing here is because of the grace of God. ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം ദൈവകൃപയാണ്. God has foreseen me before the foundation of earth, so there is a plan for God to bring me here. ഈ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവ് എന്നെ കണ്ടു. അതിന് കർത്താവിന് വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. I have studied my secular degree. I have completed BSc Computer Science. ഞാൻ BSc Computer Science പൂർത്തീകരിച്ചിരിക്കുന്നു. And I have applied and I have joined a Masters MTH in BBI. BBIയിൽ MTH എന്ന കോഴ്സ് പഠിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. So I don't have any theological background, any theological studies like BTH. So please pray for me for my studies. അതുകൊണ്ട് തന്നെ തിയോളജിക്കൽ വചനത്തിന്റെ ജ്ഞാനമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ആ ഒരു കോഴ്സ് പൂർത്തീകരിക്കുവാൻ നിങ്ങൾ വിശ്വസിച്ചാൽ പ്രാർത്ഥിക്കുക. Basically I am good in studies, but while studying God's word, the worldly knowledge is not enough. God's grace must be needed. ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ എനിക്ക് അത്യാവശ്യം കൃപയുണ്ട്. എന്നാൽ ആത്മീയ രീതിയിലുള്ള പഠനം വിശേഷാൽ ദൈവകൃപ അത്യാവശ്യമാണ്. The victory of life lies in fulfilling the God's will. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ പൂർത്തീകരിക്കുവാൻ നാം ശ്രമിക്കുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. So please pray for to lead such a successful life. അത്തരത്തിലുള്ള സഫലമായിട്ടുള്ള ജീവിതം ജീവിക്കുവാൻ നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുക. For a small thought, let us turn our attention to Matthew chapter 14. ചെറിയ ചിന്തയ്ക്കായിട്ട് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. And the verse 25 and 26. മത്തായി 14-ാം അധ്യായം 25ഉം 26ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Can someone read in Malayalam? ആരെങ്കിലും മലയാളത്തിൽ വായിച്ചൊന്ന് സഹായിച്ചാലും. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവിടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നവരുടെ ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. Here we can see the fourth watch of night, Jesus Christ coming to the disciples walking on the sea. ഇവിടെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: രാത്രിയിലെ 4-ാം യാമത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക്
ആ വെള്ളത്തിൽ കൂടെ കടന്നു വരികയാണ്. In 26, verse 26, we can see that the disciples were terrified by seeing the Christ. 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ശിഷ്യന്മാർ കർത്താവിനെ കടലിന്മേൽ നടക്കുന്ന കണ്ട് അവർ ഭ്രമിച്ചു. In verse 27, we can say Lord is encouraging them, do not be afraid. 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുന്നു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്നുള്ളത്. But when we come to verse 28, we can see that Peter said to him, Lord, if it is you, command me to come to you on the water. എന്നാൽ 28-ാം വാക്യത്തിൽ നാം പത്രോസിന്റെ വാക്കുകൾ ഇങ്ങനെ കാണുന്നു, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. When we read this verse, we may think that Peter is doubting Lord, that he is asking such a question. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, പത്രോസിന് സംശയമുണ്ടായിരുന്നു കർത്താവിനെ കുറിച്ച് എന്നുള്ളത്. But when we see it, Peter has a faith that only Lord Jesus Christ can make me walk through the water. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പത്രോസിന് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ വെള്ളത്തിന്മേൽ തനിക്ക് നടക്കുവാൻ അത് സാധ്യമാക്കുവാൻ തീരുകയുള്ളൂ. So that's the reason he is telling here, Lord, if it is you, command me to come to you on the water. അതുകൊണ്ടാണ് 28-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. The verse 30, we can in verse 29 we can see that he came towards Jesus. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ വന്നു. So in verse 29 we can see that now Peter is walking on the sea, seeing the Christ Jesus. 29-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പത്രോസ് ആ പടകിൽ നിന്ന് ഇറങ്ങി കടലിന്മേൽ നടക്കുവാൻ തുടങ്ങി കർത്താവിനെ നോക്കിക്കൊണ്ട്. Let's notice one thing, that now Peter is seeing the Lord Jesus Christ and moving towards him. നമുക്ക് ഈ കാര്യം ശ്രദ്ധിക്കാം, കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട് തന്റെ അടുക്കലേക്ക് താൻ നടന്നു ചെല്ലുകയാണ്. We can read verse 30 like this, but seeing the wind he became frightened and began to sink. 30-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങി. അവിടെ നാം കാണുന്നു, There we can see three things. 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. First of all, we can see here, seeing the wind. കാറ്റ് കണ്ട്. This much time Peter's vision was towards the Christ. ആ സമയം വരെ പത്രോസിന്റെ ശ്രദ്ധയും കണ്ണും കർത്താവായ യേശു ക്രിസ്തുവിലായിരുന്നു. But now he is seeing the wind. എന്നാൽ ഇപ്പോൾ താൻ കാറ്റിനെയാണ് കാണുന്നത്. In our life also, we have started our journey by seeing the Christ. നമ്മുടെ ക്രിസ്തീയ ജീവിതവും നാം കർത്താവിനെ നോക്കിയാണ് തുടങ്ങിയത്. When some winds are coming in our life, we must remember that we should not see the wind. Rather, we must see our God, our Christ. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം കാറ്റടിക്കുമ്പോൾ കാറ്റിനെ അല്ല നാം ശ്രദ്ധിക്കേണ്ടത്, കർത്താവിനെ മാത്രമാണ്. Because of he saw the wind, we can see the result. He frightened. കാറ്റിനെ കണ്ടപ്പോൾ താൻ പേടിച്ചു എന്ന് നാം വായിക്കുന്നു. And he began to sing. താൻ മുങ്ങുവാൻ തുടങ്ങി. When the vision of Peter was towards the Christ, he was walking firmly on the water. കർത്താവിങ്കൽ തന്റെ ശ്രദ്ധ നോട്ടമുണ്ടായിരുന്നപ്പോൾ വളരെ ഉറപ്പോടെ ധൈര്യത്തോടെ ആ വെള്ളത്തിന്മേൽ താൻ നടക്കുകയായിരുന്നു. But when his vision was turned toward the wind, he was started to sink. എന്നാൽ കാറ്റിലേക്ക് ശ്രദ്ധ പോയപ്പോൾ, കണ്ണുപോയപ്പോൾ താൻ മുങ്ങുവാൻ തുടങ്ങി. So from here we can understand that the thing on which, the basis on which Peter was walking on the water is faith. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പത്രോസ് ആ കടലിന്മേൽ വെള്ളത്തിന്മേൽ നടന്നത് വിശ്വാസത്താലാണ്. The thing that Peter walked on the water is not through his skills or not through any magic. It's because of the faith on Jesus Christ. പത്രോസ് വെള്ളത്തിന്മേൽ നടന്നത് തന്റെ ഏതെങ്കിലും പ്രത്യേക കഴിവുകൾ കൊണ്ടല്ല, അവിടെ മറ്റ് ഒരു അത്ഭുതവുമല്ല, മറിച്ച് കർത്താവിലുള്ള വിശ്വാസം. As the people of God, we are walking through faith. നാം ദൈവജനമായിരിക്കുമ്പോൾ നാമും വിശ്വാസത്താലാണ് നടക്കുന്നത്. When we turn the attention from Christ to the world, we will begin to sing. ക്രിസ്തുവിൽ നിന്ന് ഈ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുമ്പോൾ മുങ്ങുവാൻ നാം തുടങ്ങും. Many hardship may come, it will come. പല പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉണ്ടാകും, അത് വരിക തന്നെ ചെയ്യും. But our vision, our sight, our focus must be towards the Christ. എന്നാൽ നമ്മുടെ ദർശനം, നമ്മുടെ ശ്രദ്ധ അതെല്ലാം ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. In Hebrews chapter 12 verse 2 we can see like this, fixing our eyes towards the Christ.
എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ നോട്ടം ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. In 2 Timothy chapter 4 verse 7, we can see Paul was saying, I have fought a good fight, I have finished the race, and at last he said, I kept the faith. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-ാം വാക്യത്തിലും നാം പൗലോസിന്റെ വാക്കുകൾ വായിക്കുന്നു, താൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നുള്ളത്. So today when we gather here, let the God help us to keep the faith until our death. ഇന്ന് നാം ദൈവസന്നിധിയിൽ ഈ പ്രകാരം വന്നിരിക്കുമ്പോൾ മരണം വരെ ഈ വിശ്വാസം കാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. Let God help us to walk through these words. May the name of the God be glorified. Amen. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.